നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. സുഹൃത്തുക്കളെ, ഇന്ന് ട്രേഡിംഗ് തുടക്കം തന്നെ നല്ല പ്രോഫിറ്റിലാണ്. രാവിലെ തന്നെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ പുട്ടെടുക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഇന്ന് എല്ലാ കോളുകളും ഫുൾ ടാർഗറ്റാണ് ഹിറ്റായിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ മൊത്തം എടുത്തത് 9 ലെവലുകളാണ്. 8 എണ്ണം പ്രോഫിറ്റിലും ഒരെണ്ണം അവസാന നിമിഷത്തിൽ SLും അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് എത്തി നോക്കി പോകുന്നുണ്ട്. അത് എത്രക്കാലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുഴപ്പമില്ല, അവർ നമ്മുടെ പെർഫോമൻസൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. സന്തോഷം. പക്ഷെ ഞാൻ ആലോചിക്കുന്ന വേറൊരു കാര്യം, ഇത്രയും തെളിവുകൾ, ഈ സ്ക്രീൻഷോട്ട്, അതുപോലെ നമ്മുടെ ഇത്തരം വീഡിയോകൾ, അതേപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൾ, അവരുടെ ഹാപ്പിനെസ്, ഇതൊക്കെ കണ്ടിട്ടും ഒരു മാർക്കറ്റിൽ ട്രേഡിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി സാധാരണ രീതിയിൽ 95% ആളുകളും ലോസിലായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഒക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റിൽ എത്ര വേണമെങ്കിലും കളയും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. മാർക്കറ്റിൽ എത്ര വേണമെങ്കിലും കളയും. പക്ഷേ നമ്മൾ ഒരു 500 രൂപയോ ഒരു 1000 രൂപയോ നമ്മൾ പുറത്ത് ഇറക്കില്ല. കാരണം അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിലേക്ക് മാർക്കറ്റ് നമ്മളെ കൊണ്ടെത്തിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ആഴ്ചയുടെ തുടക്കം തന്നെ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചടിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് നേരിടേണ്ടി വന്നത്. ഡൊമസ്റ്റിക് ബെഞ്ച് മാർക്ക് ഇൻഡിസീസ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത് ഇന്ന് ലോസിലാണ്. ബാങ്ക്, റിയാലിറ്റി, മീഡിയ ഷെയറുകൾ 10% വരെ ലോസിലാണ്. നിഫ്റ്റി 165 പോയിൻ്റ് അഥവാ 0.76% താഴ്ന്ന് 21,617-ലും സെൻസെക്സ് 523 പോയിൻ്റ് 0.73% ഇടിഞ്ഞ് 71,072-ലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പുകളിലും സ്മാൾ ക്യാപ്പുകളിലും ഹെവി ലോസാണ് ഇന്ന് സംഭവിച്ചത്. കൺസ്യൂമർ പ്രൈസ് അടിസ്ഥാനമാക്കിയുള്ള ഇൻഫ്ലേഷൻ കണക്കുകൾ പുറത്തു വരുന്നതിന് മുമ്പായി ഇൻവെസ്റ്റേഴ്സ് ജാഗ്രത പുലർത്തിയതും ഷെയറുകളിലെ ഹൈ വാല്യുവേഷനും വീക്കെൻഡിൽ പുറത്തു വന്ന മൂന്നാം ക്വാർട്ടർ റിസൾട്ടിനോടുള്ള പ്രതികരണവുമാണ് ഇന്ന് മാർക്കറ്റിനെ താഴോട്ട് വലിച്ചത് എന്ന് അനുമാനിക്കുകയാണ്. ബന്ധൻ ബാങ്ക്, അതേപോലെ PNB അതായത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, IDFC ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക് എന്നിവ 2.5% മുതൽ 7% വരെ താഴ്ന്നതിനാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ 700 പോയിൻറ്റിൻ്റെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, യൂക്കോ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് എന്നീ ഷെയറുകൾ 10% വരെയാണ് താഴ്ന്നിരിക്കുന്നത്. അതുകൊണ്ട് നിഫ്റ്റി പൊതുമേഖലാ ബാങ്ക് ഇൻഡെക്സ് 3% ഇടിഞ്ഞിട്ടുണ്ട്. ഏഷ്യ പസഫിക് മാർക്കറ്റുകൾ ഇന്ന് പൊതുവിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൗത്ത് കൊറിയയുടെ കോസ്പി, ചൈനയുടെ ഷാങ്ഹായ്, ജപ്പാൻ്റെ നിക്കി എന്നിവ നേട്ടത്തിലാണ്. ഹോങ്കോങ്ങിൻ്റെ ഹാങ്സെങ്, ഓസ്ട്രേലിയ ASX എന്നിവ ലോസിലുമാണ്. ഇനി നമുക്ക് നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പരിശോധിക്കാം. ആദ്യമായി നിഫ്റ്റിയാണ്. ഈ ഒരു സപ്പോർട്ട് 2-3 തവണ ആക്ട് ചെയ്ത് മേലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. 21,580 എന്ന ലെവല്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 21,580 തന്നെയായിരിക്കും. അവിടെ നിന്നും താഴെ വരികയാണെങ്കിൽ 21,490, 21,430 എന്നിങ്ങനെ സപ്പോർട്ടുകളുണ്ട്. ഇനി മേലേക്ക് പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് 21,670 ഇമ്മീഡിയറ്റും 21,700 സെക്കൻഡും 21,815 തേർഡ് റെസിസ്റ്റൻസുമായി ആക്ട് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഇന്ന് ഈ ഒരു പാരലൽ ഇന്ന് ബാങ്ക് നിഫ്റ്റി താഴേക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു സപ്പോർട്ട് 2-3 തവണ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 44,650 ഈ ഒരു സപ്പോർട്ട് നാളെ ഉടയ്ക്കുകയാണെങ്കിൽ, അതായത് പൊട്ടിച്ച് താഴെ വരികയാണെങ്കിൽ, ഇപ്പോൾ നിൽക്കുന്നത് 44,887 സ്പോട്ട് മാർക്കറ്റ് പ്രൈസ്.
44,650 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിരിക്കും. ഇന്ന് ആക്ട് ചെയ്ത 2-3 തവണ റീട്രേസ് ചെയ്ത ആ ഒരു സപ്പോർട്ട് തന്നെയായിരിക്കും നാളെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി നിൽക്കുക. 44,430 സെക്കൻഡും 44,260 തേർഡ് സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതേപോലെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ 45,000 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. അവിടെ നിന്ന് മേലെ പോയാൽ 45,350 45,750 എന്നിങ്ങനെ റെസിസ്റ്റൻസാണ് ഉള്ളത്. ഇനി നമുക്ക് നാളേക്ക് ഒരു 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ആദ്യത്തേത് ബജാജ് ഫിനാൻസ് ആണ്. ബജാജ് ഫിനാൻസ് മൾട്ടിപ്പിൾ ടൈം ഈ ഒരു പോയിൻ്റ് ടച്ച് ചെയ്ത് മേൽപോട്ട് തന്നെ പോയത് കാണാൻ കഴിയും നമുക്ക്. 1, 2, 3, 4 തവണ മേൽപോട്ട് തന്നെ പോയിട്ടുണ്ട്. ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവിടെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ റിവേഴ്സ് പാറ്റേണും ഫോം ആയിട്ടുണ്ട്. അതിനകത്ത് തന്നെ വേറൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണും ഫോം ആയിട്ടുണ്ട് റിവേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ 6,549 ബ്രേക്ക് ചെയ്ത് ക്രോസ് ആൻഡ് ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ 6,545 നമുക്കൊരു സെൽ എൻട്രി പോസിബിളാണ്. 6,562 സ്റ്റോപ്പ് ലോസ് വെക്കണം. 6,530, 6,521, 6,510 എന്നിങ്ങനെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. രണ്ടാമത്തേത് കല്യാൺ ജ്വല്ലേഴ്സാണ്. കല്യാൺ ജ്വല്ലേഴ്സ് ഈ ഒരു ട്രെൻഡ് ലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ നാളേക്ക് എന്താണ് അവസരം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ റൗണ്ട് പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് മേലെ പോവുകയാണെങ്കിൽ 365 മേലെ ക്രോസ് ആൻഡ് ക്ലോസ് കൊടുക്കുകയാണെങ്കിൽ 367 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 364.50 നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. 369.50, 372, 373 എന്നിങ്ങനെ നമുക്ക് ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്ത് പഠിച്ചുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ തരുന്നതും പറയുന്നതും ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതുമെല്ലാം ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നോളജ് ഇല്ലാതെ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഒരിക്കലും വരരുത്. ഒരുപാട് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള ഏറ്റവും വലിയ ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. ഒരു മാന്ത്രിക ലോകമാണ്. ആ മാന്ത്രിക ലോകത്തിനെക്കുറിച്ച് അല്പമെങ്കിലും അറിയാത്തവർ ഈ പരിപാടിക്ക് വരാൻ നിൽക്കരുത്. ഓക്കെ, ബൈ.